ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹെൽത്തിയും സേഫൊക്കെ ആയിട്ടാണ് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു 4 days പിൽഗ്രിം ട്രിപ്പ് തമിഴ്നാട്ടിലെ അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഗുരുവായിട്ടുള്ള ഡാൻസ് മാഷായിട്ടുള്ള കൊപ്പം വിജയനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് വന്നിട്ട് ഒരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ പോയത് നമ്മുടെ ട്രിച്ചിയിലെ രംഗനാഥ ക്ഷേത്രത്തിലോട്ടാണ്. അതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം മഹാവിഷ്ണു ക്ഷേത്രമായിട്ടുള്ള ആ ക്ഷേത്രമായിരുന്നു ആദ്യത്തെ ദിവസം. അടുത്ത ദിവസം നമ്മൾ പോയത് തഞ്ചാവൂർ പെരിയ കോവിൽ, അതായത് ഹിസ്റ്റോറിക്കൽ ടെമ്പിളായിട്ടുള്ള ബൃഹദേശ്വര ക്ഷേത്രത്തിലോട്ടാണ് പോയത്. അപ്പം രംഗനാഥിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സെക്കൻഡ് ഡേ നമ്മളെടുത്ത വ്ളോഗാണ്, അതായത് മഹാദേവ ക്ഷേത്രത്തിലോട്ട് എടുത്ത വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും അത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ രാത്രിയാണ് ഇൻട്രോ എടുക്കുന്നത്, അപ്പോൾ എല്ലാവരും അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിൽ തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ പെരിയ കോവിൽ ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രമാണ്. ഇതിന് ഇനി ദക്ഷിണമേരു രാജരാജേശ്വര ക്ഷേത്രം എന്ന് 2 പേരും കൂടിയുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഇത് തിരുവുടയാർ കോവിൽ എന്നൊരു പേരും കൂടി ഉണ്ട്. ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്ന അങ്ങനെയും കൂടെ ആയിരുന്നു. ഇത് നമ്മളുടെ പഴയ കാലത്ത് രാജാവായ രാജരാജ ചോഴൻ്റെ കാലത്ത് വന്നിട്ട് പണിയെഴുപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. AD ഒരു 1985 ഒരു 985 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1013 പൂർത്തിയായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഇതിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മഹാദേവനാണ്, ശിവനാണ്. പിന്നെ പറയാനുള്ളത്, ഈ അമ്പലത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഫുള്ളായിട്ടും നമ്മളുടെ കരിങ്കല്ല് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പം പരമശിവനെ നമ്മൾ നോർമൽ ശിവലിംഗത്തിൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 66 മീറ്റർ ഉയരമുള്ള ഗോപുരമാണുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു ഗോളാകൃതിയിലുള്ള ഒരു കലശം, പിന്നെ ഒരു 16 അടി നീളവും 13 അടി ഉയരമുള്ള ഒരു ഒറ്റക്കല്ല്, ഒരു കല്ല് ചെയ്തെടുത്തൊരു നന്ദിയുടെ ഒരു പ്രതിമയുണ്ട്. പിന്നെ തൂണുകളുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ 400 തൂണുകളുള്ള വരാന്തയും 5 നിലയുള്ള പ്രവേശന ഗോപുരമാണ് ഈ അമ്പലത്തിനുള്ളത്. അതേമാതിരി നമ്മളുടെ പെരുന്തച്ഛനാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന ചെയ്തത്. അതായത് പ്ലാനൊക്കെ പെരുന്തച്ഛൻ്റെ ആയിരുന്നു എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. അതേപോലെ തന്നെ അമ്പലം കണ്ടാൽ തന്നെ ആ ഒരു രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന വാസ്തുവിദ്യയുടെയൊക്കെ ഒരു ഗുണം ഇതിൽ നന്നായിട്ട് തന്നെ കാണാനുണ്ട്. അപ്പം ഉള്ളിൽ വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലവും, അതേമാതിരി തന്നെ നമ്മളുടെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മൾ പോയിട്ട് വരുമ്പോൾ. അതൊരു വർക്കിംഗ് ഡേ ആയിരുന്നില്ല, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ചാക്കുകളിലായിട്ട് തൂക്കിയിട്ടേക്കാണ്. അതായത് നമ്മൾ കൊണ്ടുപോയ ചപ്പൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചതിന് ശേഷം നമ്മളുടെ ചപ്പൽ ആ കവറിനകത്ത് ഇട്ടിട്ട് നമ്മളിവിടെ കൊളുത്തി വെക്കണം. അപ്പോൾ ഈ കൊളുത്തിൻ്റെ അടുത്തായിട്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വന്നിട്ട് അവിടെ തന്നെ നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം അയാളടുത്ത് തന്നെ വന്നിട്ട് നമ്മൾ വന്നിട്ട് കൊടുക്കണം. അങ്ങനെയാണ്. ആ നമ്പർ ഓർമ്മിച്ച് വെക്കും വേണം. വരുമ്പോൾ അവർ നമ്പർ ചോദിക്കും. ഒരു ചെറിയൊരു ടോക്കൺ മാതിരി ഒന്ന് തരുകയും ചെയ്യും. ടോക്കൺ മിസ്സായാലും നമ്മൾ ആ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തിങ്സ് വെച്ചേക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും. അധികം എല്ലാവരും ചെരുപ്പ് തന്നെയാണ് വെച്ചേക്കുന്നത്. ബാഗും കാര്യങ്ങളൊക്കെ, ചെറിയ ബാഗൊക്കെ നമുക്ക് കയ്യിൽ ഉള്ളിലോട്ട് തന്നെ കൊണ്ടുപോകാം. വലിയ ട്രാവൽ ബാഗും കാര്യങ്ങളൊക്കെയാണ് വെച്ചാലാണ് അവർ അലോ ചെയ്യാത്തത്. അപ്പം നമ്മളിവിടെ നമ്പറൊക്കെ പറഞ്ഞിട്ട് ടോക്കൺ വാങ്ങിച്ചിട്ട് നമ്മൾ ഉള്ളിൽ കയറുകയാണ്.
ഒരുപാട് തിരക്കുള്ള കാരണം അങ്ങനെ അത്ര പെട്ടെന്നാണ്ട് എഴുതാനോ ഒന്നും പറ്റണില്ല. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ പല ദേശത്തു നിന്നും ഇവിടെ വരുന്നുണ്ട്. കേരള ആയാലും തമിഴ്നാട്, ആന്ധ്ര, നോർത്ത് ഇന്ത്യൻസ് പോലും ഈ അമ്പലത്തിൽ ഞങ്ങൾ ഒരുപാട് നോർത്ത് ഇന്ത്യൻസിനെയും കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആകെ മൊത്തമുള്ള എല്ലാവരും വന്നിട്ട് ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഫോറിനേഴ്സും ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പോൾ നമ്മൾ ചെരുപ്പും വലിയ ബാഗൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അവിടെ സ്റ്റോറേജിൽ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അമ്പലത്തിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് നമ്മളുടെ 800x400 അടിയാണ്. ഓക്കെ, പ്രധാന ഗോപുരം എന്ന് പറയുന്നത് 500x250 അടി എന്നുള്ള ഒരു അളവിലാണ്. നിർമ്മാണത്തിന് ഇത് മൊത്തം കരിങ്കല്ല് ആയതുകൊണ്ട് തന്നെ ഒരു 1.3 lakhs ആണെന്ന് പറയുന്നത്. ഒരു 1,30,000 ടണ്ണ് കരിങ്കല്ല് ഇതിന് വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു അമ്പലത്തിന് മൊത്തം വന്നിട്ട് ഒരു 2 ഗോപുരമാണുള്ളത്. ഇവിടെ മൊത്തം 2 സൈഡും നന്നായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. ഒരു കടലാസോ ഒരു കുപ്പിയോ പോലെ അവിടെ ഒന്നും ഇല്ല. അത്രയും മെയിൻറ്റൈൻഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതിന് ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഗോപുരത്തിന് ചുറ്റും, അതായത് ഗോപുരത്തിൻ്റെ മേലേക്ക് വന്നിട്ട് ഒരുപാട് ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പം അത് കാരണം ഈ ഒരു ബിൽഡിംഗ് നല്ല ഭംഗിയാണ്. പ്രവേശന കവാടവും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിൻ്റെ തെക്ക് ഭാഗത്ത് ദക്ഷിണാമൂർത്തിയെയും വടക്ക് ഭാഗത്ത് ബ്രഹ്മാവിൻ്റെയും പ്രതിഷ്ഠകളുണ്ട്. അതേമാതിരി അർജുന കിരാത സന്ദർഭവും ഇതൊക്കെ ആയിട്ടാണ് വന്നിട്ട് ആ സ്റ്റോറിയാണ് ഇതിൽ കൊത്തി വെച്ചേക്കുന്നത്. പിന്നെ ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന മാതിരി ഒരു ശില്പമുണ്ട് അതിനകത്ത്. അപ്പം ഇതൊരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുട്ടികൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ശില്പമാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. 2 ഗോപുരം കഴിഞ്ഞ് ഉള്ളിലോട്ട് വരുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ചുറ്റി നമ്മളുടെ ഈ കരിങ്കൽ കോട്ട എന്ന് തന്നെ പറയാം. കരിങ്കൽ കോട്ട അത്രയ്ക്കും നമ്മളുടെ 4 സൈഡും വന്നിട്ട് കൊത്തുപണികളുള്ള അത്രയും വലിയൊരു ഗ്രൗണ്ട് എന്ന് തന്നെ പറയാം. അപ്പം ഏക്കർ കണക്കിന് ഉള്ളൊരു ഗ്രൗണ്ടിലോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് നന്ദി ഭഗവാന്റെ ആ ഒരു വലിയ ശില്പത്തിൻ്റെ അടുത്തോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം നന്ദി ഭഗവാന്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഈ ഒരു നന്ദി ഭഗവാനെ വന്നിട്ട് ഒരൊറ്റ കല്ലിൽ അവർ ബിൽഡ് ചെയ്തിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് 12 അടി ഉയരവും 15 അടി നീളം ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 25 ടണ്ണോളം വന്നിട്ട് ഇതിന് വെയിറ്റ് ഉണ്ട്. അതേമാതിരി ഇതിൽ പല കളറിലുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പല കളറായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാനും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അന്തിച്ച് ഇതിൻ്റെ ഉയരവും വണ്ണവും നീളവും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ടും അന്തിച്ച് നിൽക്കുമായിരുന്നു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ആ ബിൽഡിങ്ങിൻ്റെ മേലെയായാലും സൈഡിലായാലും എല്ലായിടത്തും നല്ല കൊത്തുപണികൾ, കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല രസമായിരുന്നു കാണാനുള്ളത്. പിന്നെ നടക്കാൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഒരുപാട് വന്നിട്ട് ഉള്ളിലോട്ടൊന്നും അറിയാമല്ലോ, നമുക്ക് വിഗ്രഹമൊന്നും വന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ശ്രീകോവിലൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം ഉള്ളിലോട്ട് വന്നിട്ട് നമ്മൾ ക്യാമറ ഒന്നും അലൗഡ് അല്ലല്ലോ. അപ്പം അകത്തൊന്നും മീൻസ് ശ്രീകോവിലിൻ്റെ അടുത്തൊന്നും അലൗഡ് അല്ല. അപ്പോൾ പറ്റാവുന്ന അത്ര ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ചുമരിലൊക്കെ വന്നിട്ട് നമുക്ക് ഭരതനാട്യത്തിൻ്റെ 108 കാരണങ്ങൾ വന്നിട്ട് അവർ വന്നിട്ട് കൊത്തുപണിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഇതിൻ്റെ ഈ ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഒരു മേലെയുള്ള കല്ലിന് ഏകദേശം 30 ടൺ ഭാരമുണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ബിൽഡിങ് അത് ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് മേലെ കൂടെ കല്ലുകൾ ഇങ്ങനെ ഉരുട്ടി വിട്ടിട്ട് അങ്ങനെയാണ് ആ ഒരു കാര്യം അവർ കല്ല് മേലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആ ഒരു സ്ഥലത്തിനെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചാരുപാലം എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ബിൽഡിങ്ങിലൊക്കെ നിറയെ ലാംഗ്വേജിൽ വന്നിട്ട് എന്തോ ശ്ലോകങ്ങളാണോ അല്ല എന്താണെന്നറിയില്ല, എനിക്ക് ആ ലാംഗ്വേജ് പരിചയമില്ല. അപ്പം അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ലാംഗ്വേജിൽ. സാൻസ്ക്രിറ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും ലാംഗ്വേജ് ആണോ അറിയില്ല. പക്ഷെ നമുക്ക് വന്നിട്ട് അത് അത്രയും മനസ്സിലാവണില്ല. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ ഗോപുരങ്ങളും അതേമാതിരി തോരണം എന്ന് അറിയപ്പെടുന്ന പ്രവേശന കവാടവും, അതായത് ഫ്രണ്ടിൽ നമ്മൾ കണ്ടില്ലേ ആ ഉള്ളിലോട്ട് വരുന്ന പാർട്ടും ഉണ്ട്. 240.9 മീറ്റർ നീളവും അതേമാതിരി 122 മീറ്റർ വീതിയുള്ള കെട്ടിടത്തിന് ചുറ്റുമായിട്ട് 2 നിലയുള്ള ഒരു വലിയൊരു മാളിക വന്നിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അവർ. അതേമാതിരി ശിഖരം എന്ന് വിളിക്കുന്ന ഒരു താഴികക്കുടത്തിന് 8 വശങ്ങളുണ്ട്. അതും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. 7.8 മീറ്റർ വീതിയുള്ള ഒരൊറ്റ കല്ലിലാണ് ആ ഒരു താഴികക്കുടം വന്നിട്ട് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ ചുവരിലൊക്കെ ഉള്ള ഈ ഒരു ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളുടെ ചോള രാജാവിൻ്റെ കാലത്തുള്ളൊരു ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ആണ് അവർ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. നോർമലി ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഈ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് ബൃഹദീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളുടെ ഭരതനാട്യത്തിൻ്റെ നിറയെ പോസ്റ്റേഴ്സും അതേമാതിരി പഴയ കാലത്തുള്ള സ്റ്റോറീസും കാര്യങ്ങളും പുരാണങ്ങളും എല്ലാം വന്നിട്ട് ഇവർ ഈ ഒരു അമ്പലത്തിൻ്റെ ചുവരിലും കാര്യങ്ങളിലും ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നൃത്തം ചെയ്യാനായിട്ടുള്ള നൃത്തമണ്ഡപവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ നോർമലി നാട്യാഞ്ജലി അതേമാതിരി തന്നെ മ്യൂസിക്കിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ്. പ്രതിഷ്ഠയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാദേവൻ തന്നെയാണ്, ശിവൻ തന്നെയാണ്, ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഈ ശിവലിംഗം വന്നിട്ട് ഒരൊറ്റ കല്ലിൽ വന്നിട്ട് നിർമ്മിച്ചതാണ്. അതിന് വന്നിട്ട് 8.7 മീറ്റർ ഉയരവും അതേമാതിരി ശ്രീവിമാനയുടെ വടക്ക് ദിശയിൽ ചണ്ഡികേശ്വരൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അതേപോലെ 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവ് കഴിച്ചിട്ടുള്ള ഒരു ദേവി ഉണ്ട് ഇവിടെ, പെരിയനായകി അമ്മാൾ എന്ന് പറഞ്ഞിട്ടൊരു ദേവി പ്രതിഷ്ഠയും ഉണ്ട് ഇവിടെ. അതേമാതിരി നന്ദി മണ്ഡപം, സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നുള്ളതൊക്കെ വന്നിട്ട് ഇവിടം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സംഭാവനയാണ് ഈ ഒരു അമ്പലത്തിനുള്ളത് കൂടെ ഉണ്ട്. അത് നമ്മളുടെ മറാഠി രാജാവ് സർഫോജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവാണെന്നാണ് അവിടെ പണി കഴിപ്പിച്ചെന്നാണ് ഇവിടെയുള്ളവർ നമ്മളോട് പറയുന്നത്. മാത്രമല്ല ഇവിടെ എല്ലാ ദേവഗണങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട്. സൂര്യചന്ദ്രന്മാർ ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം കൂടിയാണ് ഇത്. ഇത് നമ്മളുടെ ഈ അമ്പലത്തിൻ്റെ നൈറ്റ് വ്യൂ ആണ്. അതായത് ഇതിൻ്റെ ഒരു യെല്ലോയിഷ് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു നൈറ്റ് വ്യൂവിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സ്വർഗത്തിൽ ചെന്നുപെട്ട മാതിരി ഉള്ളൊരു അവസ്ഥയാണ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഫുൾ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ആ യെല്ലോയിഷ് പെയിൻറ്റിൽ ഒരു യെല്ലോ ലൈറ്റ്സും കാര്യങ്ങളായിട്ട് ഫുൾ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. പറയുമ്പോൾ ആ ഒരു പഴയ കാലത്തുള്ള ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എത്രയൊക്കെ വീഡിയോയിൽ കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇതൊരു ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് തന്നെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ വന്ന് ഒന്ന് കാണുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാൻ കാണാത്തവർക്ക് അതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.